ഹായ് ഫ്രണ്ട്സ്, അല്ലു അർജുൻ്റെ പുഷ്പ സിനിമയിലെ ശ്രീവല്ലി എന്ന പാട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനായ തെങ്കാശിയിലെ തിരുമലക്കോയിൽ എന്ന മുരുകക്ഷേത്രം നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? ട്രിവാൻഡ്രത്തുള്ള തിരുമലയിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള തിരുമലയിലേക്ക് ഒരു യാത്ര. രാവിലെ തന്നെ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി. ശാസ്തമംഗലവും കവടിയാറെല്ലാം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കോ ബഹളമൊന്നും ഇല്ലായിരുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് പെട്രോൾ അടിച്ചു. 107 രൂപ 41 പൈസ ഇന്നത്തെ പെട്രോൾ വില. തിരുവനന്തപുരം ചെങ്കോട്ട സ്റ്റേറ്റ് ഹൈവേ SH2 വഴിയാണ് യാത്ര ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തെ പേരുകട നിന്നും കൊല്ലം ജില്ലയിലെ തെന്മല വരെ 73.2 കിലോമീറ്ററാണ് ഈ SH2ൻ്റെ ലെങ്ത് വരുന്നത്. പേരൂർക്കട, നെടുമങ്ങാട്, പാലോട് എല്ലാം ക്രോസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം ക്രോസ് ചെയ്ത് കൊല്ലം ജില്ലയിലെ തെന്മലയിലെത്തി. കല്ലടയാറ്റിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് 1986 പണിത ഈ തെന്മല ഡാം. മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ട്. ഇതാണ് ഡാമിലേക്ക് കയറുന്നതിനുള്ള ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ. ഡാമിൻ്റെ എൻട്രിയിലേക്കുള്ള മെയിൻ ആർച്ചാണ് ഈ കാണുന്നത്. ഇവിടെ വച്ച് സ്റ്റേറ്റ് ഹൈവേ 2 നാഷണൽ ഹൈവേ 744ലേക്ക് ചേരുവാണ്. പോകുന്ന വഴി 13 കണ്ണറ പാലം എന്ന് പറയുന്നൊരു പ്രശസ്തമായിട്ടുള്ളൊരു പാലം കാണുന്നുണ്ട്. 13 ആർച്ചുകളാണ് ഈ ഒരു പാലത്തിലുള്ളത്. 120 വർഷം മുന്നേ ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഇത് പണിതത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം ഇന്ത്യൻ റെയിൽവേക്കാണ്. കുറേ പ്രത്യേകതകളുള്ളൊരു പാലമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാനായിട്ട് സിമൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അല്ലേ. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് റെയിൽ പാലം ഇതുവഴിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലും ചുണ്ണാമ്പ് കല്ലും പിന്നെ സുർക്കി രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ശർക്കര മിക്സിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സമീപത്ത് കൂടി കഴുതുരുട്ടി പുഴ ഒഴുകുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു കണ്ണറ പാലം. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ളൊരു എൻട്രി ആയിട്ടുണ്ട്. കേരളത്തിൻ്റെ റോഡ് വളരെ ഫോറസ്റ്റൊക്കെ നിറഞ്ഞ റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും ഫോറസ്റ്റൊക്കെ മാറി പ്ലെയിൻ ഏരിയ ആയിട്ടുണ്ട്. ഒരു വിശാലമായ ഭൂമിയിലേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇതാണ് തെങ്കാശി ജില്ല. 2019 ഈ ജില്ല രൂപീകരിച്ചത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും പെട്രോൾ അടിച്ചു. 101 രൂപ 52 പൈസ. നമ്മുടെ കേരളത്തിനേക്കാളും 6 രൂപ കുറവ്. എന്താ അല്ലേ. പിന്നെ തമിഴ്നാട് സ്പെഷ്യൽ ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര മുന്നോട്ട്. ഈ തിരുമലൈ കോവിലിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചോളത്തിൻ്റെ കൃഷിയൊക്കെ കണ്ടു. ഈ കൃഷി എവിടെ കണ്ടാലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായി. പോകുന്ന വഴിക്ക് വലിയൊരു പാറ കണ്ടു. അങ്ങനെ ആ ഒരു പാറപ്പുറത്ത് കയറി. അവിടെ നിന്നപ്പോഴത്തേക്കും ഈ ഒരു തിരുമല ക്ഷേത്രത്തിൻ്റെ ഭംഗി അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ആക്ച്വലി പുഷ്പ സിനിമയിലെ ആ ഒരു ഷൂട്ട് നടന്നത്, പാട്ട് ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു പാറപ്പുറത്താണ്, ഞാൻ നിൽക്കുന്ന പാറപ്പുറത്താണ് അവർ ഷൂട്ട് ചെയ്തത്. ഇവിടെയെല്ലാം ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ പറന്നു പോകും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റാണ്. പിന്നെ അവിടുന്ന് വീണ്ടും അമ്പലത്തിൻ്റെ അടിവാരത്തേക്ക് പോയി. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുകയോ നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ അമ്പലത്തിലേക്ക് കയറാനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന് സ്റ്റെപ്സ് വഴി നമുക്ക് നടന്ന് കയറാം. ഏകദേശം 670 സ്റ്റെപ്സാണുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ തന്നെ മുകളിലേക്ക് പോകാൻ പറ്റും. ഇതാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് ചാർജ് വണ്ടിക്കുള്ളത്. അവിടുന്ന് മുകളിലേക്കുള്ള യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഹിൽ സ്റ്റേഷനൊക്കെ കയറുന്ന പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത്. ഈ മലയുടെ ചുറ്റിനും കൃഷിയാണ്. എവിടെ തിരിഞ്ഞാലും കൃഷിയാണ് കേട്ടോ ഇവിടെ. അങ്ങ് ദൂരെ അടവി നൈനാർ എന്ന് പറയുന്നൊരു ഡാമും നമുക്ക് കാണാൻ പറ്റും. വളരെ ദൂരത്താണ്.
പിന്നെ വണ്ടി മുകളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് കയറാൻ പറ്റും. ഇതൊരു മുരുകക്ഷേത്രമാണ്. ആ ദൂരെ കാണുന്ന പാറ കണ്ടോ? അവിടെയാണ് ഞാൻ കുറച്ച് മുന്നേ കയറിയത്, ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഇതാണ് ആളുകൾ കയറി വരുന്ന ഒരു സ്റ്റെപ്സ്. ഇവിടെയും ആ പാട്ടിൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിലെ ദർശന സമയം. ഇവിടെയും ഭയങ്കര കാറ്റാണ്. ഇതിൻ്റെ മുകളിൽ നിറയെ വെള്ളമുള്ളൊരു അമ്പലക്കുളമുണ്ട് കേട്ടോ. ഇവിടെ അധികം ആരും ഇറങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഡെയിലി 12:30 അന്നദാനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര മനോഹരമാണ്. ഏകദേശം ഒരു പളനി ക്ഷേത്രത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും. പിന്നെ പളനി ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, ഇവിടെ അത്ര ക്രൗഡില്ല. അങ്ങ് ദൂരെ താഴ്വാരത്ത് ഇഷ്ടംപോലെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും. നെല്ലും തെങ്ങും മാവും എല്ലാം ഉണ്ടാവും. പിന്നെ ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങളും ഇവിടേക്ക് കൃഷി ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് 110 കിലോമീറ്റർ ദൂരം, കൊല്ലത്ത് നിന്ന് 110, അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് 100 കിലോമീറ്റർ. ഇതാണ് ഏകദേശം ഒരു ദൂരം ഇവിടെ വരുന്നത്. മുകളിൽ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ താഴ്വാരത്ത് നിന്ന് മുകളിലേക്കും താഴേക്കും ബസ് സർവീസ് ഉണ്ട്. 10 രൂപയുള്ളൂ കേട്ടോ ഒരു ട്രിപ്പിന്. ഇവിടെ ലോക്കലി കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇവിടെ ഉള്ള കടകളിൽ വാങ്ങാൻ കിട്ടും. വാങ്ങുന്നുണ്ടെങ്കിൽ വില പേശി തന്നെ വാങ്ങണം. തെക്കൻ കേരളത്തിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു തിരുമല കോവിൽ. ഇതിനടുത്തായിട്ടാണ് കുറ്റാലം എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം ഉള്ളത്, വളരെ പ്രശസ്തമായിട്ടുള്ളത്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.